ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ഭവനിൽ ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. 7 വിദേശ രാജ്യങ്ങളിലെ പരമോന്നത കോടതികളിൽ നിന്നുൾപ്പെടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ചടങ്ങുകൾ അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. വിവരങ്ങൾ നൽകാനായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, 9:15 ചടങ്ങുകൾ തീരുമാനിച്ചിരുന്നത്. അല്പം വൈകിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള നടപടിക്രമങ്ങളൊക്കെ അവിടെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നതായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള നടപടികൾ ഇപ്പോൾ ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ പൂർത്തിയായിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അല്പസമയം മുമ്പ് നിയുക്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഈ രാഷ്ട്രപതി ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന മുറിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഹരിയാനയിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വളരെ പ്രത്യേകതകളുണ്ട്. കാരണം ഇതാദ്യമായിട്ടാണ് ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശ സുപ്രീം കോടതികളിലെ ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസുമാരും പങ്കെടുക്കുന്നത്. 6 വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാർ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഈ കോമൺവെൽത്ത് ഈ ജഡ്ജിമാരുടെ സംഘടന, കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ജഡ്ജിമാരുടെ സംഘടനയുടെ അധ്യക്ഷനായി നിയുക്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിലെ 6 വിദേശ രാജ്യങ്ങളിലെ ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസുമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ 2019 ഇപ്പോൾ നിയുക്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതി ജഡ്ജിയാകുന്നത്. അതിനു മുമ്പ് ഏതാണ്ട് 1 വർഷത്തോളം, അത് 2018 അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതല ഏറ്റെടുത്തിരുന്നു. തുടർന്ന് 1 വർഷത്തോളം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഈ ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയുടെ ജഡ്ജിയായി വരുന്നത്. ഒട്ടേറെ പ്രത്യേകത ഈ നിയുക്ത ചീഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം 42ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജിയായി വരുന്നത്. 38ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഹരിയാനയിലെ അഡ്വക്കേറ്റ് ജനറലായി ചുമതലയേൽക്കുന്നത്. അതായത് രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായത്തിൽ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആകുന്ന വ്യക്തി എന്ന പ്രത്യേകത കൂടി ജസ്റ്റിസ് സൂര്യകാന്തിനുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയിൽ എത്തിയതിനു ശേഷം പുറപ്പെടുവിച്ചിരുന്ന പല വിധികളും വളരെ ചരിത്ര പ്രാധാന്യമുള്ള വിധികൾ അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചിരിക്കുകയാണ്.